الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون. സൂറത്ത് മാഇദയിലെ 100-ാമത്തെ ആയത്താണ്. ഈ ആയത്തിൽ പറയുന്നത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുക്കുക നബിയെ, ജനങ്ങൾക്ക് നന്നായി മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക. ലാ യസ്തവിൽ ഖബീസ് വത്തയ്യിബ്, നല്ലതും മോശമായതും ഒരിക്കലും തുല്യമാവുകയില്ല. ഖബീസ് എന്ന് പറഞ്ഞാൽ അതിന് ധാരാളം അർത്ഥമുണ്ട്. ഖബീസിന്റെ ശരിയായ അർത്ഥം വൃത്തിഹീനമായത്, പരിശുദ്ധമല്ലാത്തത്, നജസായത്, അല്ലെങ്കിൽ ഹറാമായത്, അനുവദനീയമല്ലാത്തത്. ഇങ്ങനെ ഖബീസിന് അങ്ങനെ അർത്ഥമുണ്ട്. കാണൽ ഹലാലല്ലാത്തത്, കേൾക്കൽ ഹലാലല്ലാത്തത്, തിന്നൽ ഹലാലല്ലാത്തത്, തൊടൽ ഹലാലല്ലാത്തത്, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് ഖബീസിന്. ഒത്തയ്യിബ്, പരിശുദ്ധമായത്. തയ്യിബിന്റെ അർത്ഥം തിന്നൽ പരിശുദ്ധമായത്, തിന്നൽ ഹലാലായത്, കാണൽ ഹലാലായത്, അങ്ങനെ അതിന്റെ ഓപ്പോസിറ്റ് അർത്ഥം. എന്ന് പറഞ്ഞാൽ നല്ലതും ചീത്തയും, ഹലാലും ഹറാമും, വൃത്തിയുള്ളതും വൃത്തിഹീനമായതും, പരിശുദ്ധമായതും നജസായതും ഒരിക്കലും ഒരേപോലെ ആവുകയില്ല, തുല്യമാവുകയില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, വലൗ അഅജബക കസറത്തുൽ ഖബീസ്, ഹറാമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വൃത്തിഹീനമായത്, മോശമായത്, അതിൻ്റെ ഭംഗിയും അതിൻ്റെ രുചിയും എത്ര നിന്നെ അത്ഭുതപ്പെടുത്തിയാലും, എത്ര നിന്നെ ആകർഷിച്ചാലും അതിലേക്ക് നീ പോയി പോകരുത്. അതൊരിക്കലും നല്ലതിനോട് തുല്യമാവുകയില്ല, ഒപ്പമാവുകയില്ല എന്ന് അള്ളാഹു പറയാണ്. ഫത്തഖുല്ലാഹ്, അപ്പൊ നിന്നെ അത്ഭുതപ്പെടുത്തുന്ന ഹറാമുകൾ നിന്റെ മുന്നിൽ വരുമ്പോൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോണം, അള്ളാഹുവിനെ ഓർമ്മ വന്നോണം. യാ ഉലിൽ അൽബാബ്, നല്ലതുപോലെ തിരിച്ചറിയാനുള്ള ബുദ്ധിയുള്ളവരെ, നല്ലതിനെയും നല്ലതല്ലാത്തതിനെയും വേർതിരിച്ചറിയാനുള്ള ബോധമുള്ളവരെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നിങ്ങൾക്ക് രക്ഷയുണ്ടാവുന്നത്, വിജയമുണ്ടാവുന്നത്, നിങ്ങൾ വിജയികളായി തീരുവാൻ വേണ്ടി എന്ന് അല്ലാഹു ഈ ആയത്തിൽ പറയാം. എല്ലാ ഹറാമുകളെയും ഹലാലുകളെയും ഈ ആയത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുന്നു. ഇന്ന് ഈ ആയത്ത് വളരെ പ്രസക്തമായിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ തെറ്റിനെ ഇന്ന് തെറ്റല്ലാതെ കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു സൈക്കോളജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചെയ്യുമ്പോഴാണ്. അവര് ചെയ്യുന്നുണ്ടല്ലോ, ഇവര് ചെയ്യുന്നുണ്ടല്ലോ, ഇതിങ്ങനെ കണ്ടമാനം കൂടിക്കൊണ്ടിരിക്കുന്നല്ലോ. നമ്മുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. ഇതിപ്പോ എല്ലായിടത്തും നടക്കുന്നില്ലേ, ഇപ്പൊ അതിനെന്താ കുഴപ്പം, എല്ലായിടത്തും നടക്കുന്നില്ലേ? അതാണ് ഈ ആയത്തിൽ വലൗ അഅജബക കസറത്തുൽ ഖബീസ് എന്ന ആയത്തിന്റെ അർത്ഥം. അതായത് തെറ്റ് നിനക്ക് എത്ര ഭംഗിയായി തോന്നിയാലും, അത്ഭുതമായി തോന്നിയാലും, കൂടുതലായിട്ട് തോന്നിയാലും, കസുറത്ത് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് തോന്നി, കണ്ടമാനം ആളുകൾ ചെയ്യുന്നതായിട്ട് തോന്നി, എല്ലാവരും തെറ്റ് ചെയ്യുമ്പോൾ ഞാനും അങ്ങ് കൂട്ടത്തിൽ കൂടിക്കൊടുത്തു, ഞാനും അവിടെ അങ്ങ് ഇരുന്ന് കൊടുത്തു, എല്ലായിടത്തും വ്യാപകമായപ്പോൾ ഞാനും എൻ്റെ കെട്ടികൾ ഒപ്പത്തിനിരുന്നു. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. എത്ര ശക്തമായിട്ടാണെന്ന് അള്ളാഹു പറയുന്നത് ഈ ആയത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒന്ന്. രണ്ട്, ഹറാമുകൾക്ക് രുചി കൂടുതലാണ്. ഇപ്പൊ മനുഷ്യ ശരീരത്തിലെ മാംസം ഹറാമാണല്ലോ, എന്നാൽ മനുഷ്യ ശരീരത്തിലെ മാംസത്തിനാണ് ഏറ്റവും രുചി. എന്താ, തിന്നുകൂടെ? നല്ല നാരങ്ങ വെള്ളത്തേക്കാൾ രുചി കൂടുതലായിരിക്കും ചിലപ്പോൾ ഈ അടിച്ചു കയറ്റുന്ന ഈ ബ്രാൻഡി പോലത്തെ സാധനങ്ങൾക്ക്. എനിക്കറിയത്തില്ല, തിന്നുന്ന കുടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവം
അടിച്ച് തിന്ന് എൻ്റെ മാണത്തിങ്ങനെ കുടിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? ഭയങ്കര എന്തോ ടേസ്റ്റുള്ള സാധനം ആയിരിക്കാം. അപ്പൊ ഹറാമിന് കുടിക്കുന്ന സാധനത്തിന് ടേസ്റ്റ് കൂടുതലായിരിക്കും, തിന്നുന്നതിന് ടേസ്റ്റ് കൂടുതലായിരിക്കും, ഹറാമായ കാഴ്ചയ്ക്ക് ഭംഗി കൂടുതലായിരിക്കും, ഭയങ്കരമായ ആസ്വാദനം കൂടുതലായിരിക്കും. ഹറാമ് കേൾക്കുന്ന പരദൂഷണം ഉണ്ടല്ലോ, ഇത്ര സുഖമുള്ള വേറൊരു സംഭവമില്ല. ഒരാളുടെ കുറ്റം പറയുന്ന കേൾക്കാൻ എന്നാ രസമെന്നറിയോ? നമ്മൾ ഏറ്റിക്കൊടുക്കും, നേരെ പോകുന്ന അറിയില്ല. പക്ഷെ ഒരാളുടെ നല്ലത് പറയുന്നത്, മതിരാവെ പറഞ്ഞു, അവനെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു മതി, കേൾക്കാൻ വലിയ രസമൊന്നുമില്ല. ഒരുത്തിനെ കുറിച്ച് നല്ലത് പറയുന്ന കേൾക്കാൻ വലിയ രസമൊന്നുമില്ല. അതിനെ കുറിച്ചുള്ള കുറ്റം പറയുന്ന കേൾക്കാൻ ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഈ രസം എവിടുന്നാ വരുന്നത് തോന്നിപ്പോകും. അതാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. ചീത്ത, വൃത്തിഹീനമായത് അത് നിന്നെ എത്ര അത്ഭുതപ്പെടുത്തിയാലും, കസിറത്ത് എന്ന് പറഞ്ഞാൽ വ്യാപകമായി തെറ്റിനെ ഉപയോഗിക്കുമ്പോൾ തെറ്റ് തെറ്റല്ലാതായി മാറുന്നോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. ഇപ്പൊ എല്ലാവരും കള്ളു കുടിക്കുന്നു, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ വ്യാപകമായിട്ട് ഈ കഞ്ചാവും അതും ഇതെല്ലാം കൂടി ഇപ്പം അത് വലിയ തെറ്റൊന്നുമല്ല, അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ തെറ്റ് എത്ര വർദ്ധിച്ചാലും നിന്നെ അത്ഭുതപ്പെടുത്തിയാലും ഒരിക്കലും നന്മയോട് തുല്യമാവത്തില്ല. രണ്ടും രണ്ടാണ് എന്ന് വേർതിരിച്ചറിയാൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, വേർതിരിച്ചറിയാൻ ബോധമുള്ളവരെ എന്ന് അള്ളാഹു പറയാം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വാഹിദ് ദഅവാന അൽഹംദുലില്ലാഹ്.